Hi all, Assalamu alaikum. Welcome to our channel Zidas recipes. നമ്മളിന്ന് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് ട്ടോ നോക്കുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എങ്കിലും ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ സ്നോ പുഡിങ് എന്നാണ്. മഞ്ഞ് പോലുള്ളൊരു പുഡിങ്. അതുപോലെ തന്നെയാണ് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മുട്ട മാത്രമാണ് കേട്ടോ. മുട്ട മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ്, സൂപ്പർ സോഫ്റ്റിലുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്താണ് നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ നമുക്ക് മെൽട്ടാക്കി എടുക്കാം. ഫസ്റ്റിൽ ഹൈ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ അടുത്ത് നിന്നിട്ട് തന്നെ ഇത് മെൽട്ടാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തൊന്നും പോകാൻ പാടില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് ഗോൾഡൻ കളറായിട്ട് മാറും. അപ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. അപ്പം ഒന്നുകൂടി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ആ സമയത്ത് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽട്ടായി ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിങ്ങനെ ഒരു സെറാമിക്കിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള ബൗളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ പുഡിങ് റെഡിയാക്കാനുള്ള പാത്രം ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് പുഡിങ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഈ ഒരു പുഡിങ് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് അലുമിനിയം പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അലുമിനിയം പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മളിത് ചെറിയ ബോൾ ആയതുകൊണ്ട് തന്നെ അതിന് മുകളിലായിട്ട് ഒരു ചെറിയ പാത്രം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി മുട്ട ബീറ്റ് ചെയ്യാനാണ് ഉള്ളത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രമേ, അതായത് എഗ് വൈറ്റ് മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മുട്ടയുടെ യോക്ക് ഒഴിവാക്കിയതിന് ശേഷം എഗ് വൈറ്റ് മാത്രം ഒരു ബൗളിലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. എങ്കിലും നന്നായിട്ട് കിട്ടും കേട്ടോ. ഒരു മിനിറ്റോളൊന്ന് മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മുട്ടയ്ക്ക് 1 ടീസ്പൂൺ പഞ്ചസാര എന്ന കണക്കിൽ 2 മുട്ടയ്ക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വാനില എസൻസ് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്തിന് ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും. ഈ ഒരു രൂപത്തിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് സ്റ്റിഫായി കിട്ടണമെന്നില്ല, ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ബാറ്റർ എന്ന് പറയുന്നത്. നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ബാറ്ററൊക്കെ ബൗളിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സാധാരണയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്താലും മതി, ഒരു അടപ്പാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഇതുപോലെ എടുത്തതിന് ശേഷം മേലെ ഒന്ന് ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് ഇതിന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സ്ക്യൂർ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെടുത്ത ബൗളിൽ ഫുള്ളായിട്ട് നമ്മൾ ബാറ്റർ ഇട്ട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ആയിട്ടുള്ളത്. നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഫോയിൽ പേപ്പറിൽ പിടിച്ചതാണ് ഇതിൻ്റെ മേൽഭാഗം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബാറ്റർ നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ പകുതി മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാത്രത്തിന് മുകൾ ഭാഗം വരെ ബാറ്റർ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ മേൽഭാഗം ഫോയിൽ പേപ്പറിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. ഇനി നമ്മളിത് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്നോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മുറിക്കുന്ന സമയത്ത് മഞ്ഞ് എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ കിട്ടുക. മഞ്ഞിൻ്റെ അതേപോലെ മേഘത്തിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്കിത് കാണുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടാവും ഇതിന് ഈ ഒരു പേരും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.